രാജസ്ഥാൻ രാജസ്ഥാൻ രാജസ്ഥാൻ. അപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ കയറിയിരിക്കുകയാണ് മക്കളെ. രാജസ്ഥാൻ ഗുജറാത്ത് വിട്ടു രാജസ്ഥാനിലേക്ക് എൻട്രി അടിച്ചിരിക്കുകയാണ്. നമ്മൾ കുറേ എന്താ പറയുക, എത്രാമത്തെ സ്റ്റേറ്റാണോ എന്നാൽ ഞാൻ മറന്നുപോയി. എന്നാലും രാജസ്ഥാനിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജസ്ഥാനാണ്. ഇപ്പോൾ രാജസ്ഥാനിൻ്റെ ഗുജറാത്തിൻ്റെ ബോർഡറാണ് കഴിഞ്ഞ്. ഓക്കെ, ലെറ്റ്സ് ഗോ മൗണ്ട് അബു. മൗണ്ട് അബുയിലൊക്കെ മൗണ്ട് അബു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ. ഈ താഴെ കാണുന്ന കേട്ടോ മൗണ്ട് അബു റോഡ്. അബു റോഡ് എന്ന് പറഞ്ഞ സ്ഥലം. ആ മേളിൽ കാണുന്ന മലയാ എന്തായിരുന്നു, മൗണ്ട് അബു. മറന്നു പോകുന്നു ഭയങ്കരമായിട്ട്. മൗണ്ട് അബു. ഈ ഹൈവേയിൽ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ നേരത്തെ തിരിയേണ്ടായിരുന്നു, പക്ഷേ തിരിഞ്ഞില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ട് തിരിഞ്ഞ് മൗണ്ട് അബുക്ക്. മൗണ്ട് അബു ഈ മലയുടെ മേളിൽ വെക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. അവിടെ 0 ഡിഗ്രി ആയിട്ട് വരുന്ന സ്ഥലമാണ്. ഇപ്പം എത്ര ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നല്ല തണുപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് കയറുമ്പോഴേക്കും കൊടും തണുപ്പാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇന്ന് കാട്ടിലെവിടെയെങ്കിലും കിടക്കണമെന്നാണ് എൻ്റെ മൂഡ്. അവിടുത്തെ അവസ്ഥ എന്നാന്ന് അറിയത്തില്ല. പലരുടെ അഭിപ്രായം പലതാണ്. कोई कोई बोलता है ठंड ज़्यादा है, कोई बोलता है ठंड कम है. देखेगा क्या होगा माउंट अबू का ऊपर. ഇന്ത്യയിലും പറയേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം മലയാളി സബ്സ്ക്രൈബേഴ്സിനേക്കാളും കൂടുതൽ എൻ്റെ ഇന്ത്യക്കാരെ തോന്നുന്നു വീഡിയോ കാണുന്നത്. രണ്ടും പറയാം എന്നാലല്ലേ രണ്ടുപേർക്കും മനസ്സിലാവും. ഇതുവരെ പ്ലെയിനായിട്ടുള്ള സ്ഥലമായിരുന്നു. ഞാനിപ്പോൾ പിന്നെയും കയറ്റാൻ തുടങ്ങി. താഴെ നിന്ന് എന്തെങ്കിലും മേടിക്കണമെന്ന് വിചാരിച്ചു. കാണുന്നില്ല. ഈ 21 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് അവിടെ വരെ. അത്യാവശ്യം വലിയൊരു സിറ്റിയാണെന്നാണ് പറയുന്നത്. അറിയത്തില്ല, മേടിച്ചെല്ലുമ്പം നോക്കാം. വഴി പക്ഷേ ഇടിഞ്ഞ നമ്മുടെയൊക്കെ ചുരത്തിലോട്ടൊക്കെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. മോനെ ചുരം നൈസാ. बहुत अच्छा लग रहा है यार. हे माउंट अबू. माउंट तो है. അടിപൊളിയാട്ടോ. ശരിക്കും നമ്മൾ ആ ഊട്ടിയിലൊക്കെ പോകത്തില്ലേ, ആ ഒരു ഫീലുണ്ട്, ഒരു ആംബിയൻസ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഫുള്ള് ചുരം നൈസാ. ഊട്ടി കൊടൈക്കനാൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ വൈബില്ലേ. പിന്നെ വേറെ കാര്യമാണ്, ഞാനൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ഈ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് നിങ്ങൾക്ക് പച്ചയായിട്ടാണ് കാണുന്നത്. ഫുള്ള് പച്ചയായിട്ടല്ലേ കാണുന്നത്. എനിക്ക് ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് കാണുന്നത്. പ്രത്യേക കളർ, റെഡിഷ് കളറിലാണ് കാണുന്നത്. എൻ്റെ കണ്ണാടി ചുവന്ന കളറില്ല. അതുകൊണ്ടൊരു പ്രത്യേക നൈസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. നേരെ ഉള്ള റോഡ് എടുത്ത് ഞാൻ കളർ കാണിച്ചു തരാം. ഒരു മിനിറ്റ് കാണിച്ചു തരാവേ. കാണണ്ടോ? വേറെ കളറല്ലേ? അയ്യോ, കാണണ്ടെന്ന് വിചാരിക്കും. ആ കണ്ണാടിക്കകത്തോടെ നോക്കി, വേറെ കളറല്ലേ? സ്വന്തം കണ്ണാടി കയറുന്നില്ല. അയ്യോ, രാജസ്ഥാനെത്തി. ഇവിടെ എല്ലാം കുപ്പിയാട്ടോ, ഫുള്ള് കുപ്പി. ഇവിടെ അവൈലബിളാണ്. നൈസായിട്ട് പറ്റുകയാണ് ഒരു ബിയർ അടിക്കണമായിട്ട്. ആഗ്രഹങ്ങൾ, മോഹങ്ങൾ. എന്നാൽ ശരി, ഇടയ്ക്ക് കാണാം. ടൈം ലാപ്സ്, ലെറ്റ്സ് സീ ടൈം ലാപ്സ്. നിങ്ങൾ നല്ല ടൈം ലാപ്സിൽ കാണാം. ഇത് കണ്ടോ, വേറൊരു സ്ഥലം പോലെ ഫുള്ള് പനയൊക്കെ. നൈസാണല്ലോ, ശരിക്കും പൊളിയാട്ടോ. രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. നമ്മളവിടെയുള്ള മലകളിലുള്ള മരങ്ങളൊന്നും അല്ല കേട്ടോ. എൻ്റെർലി വേറെ ഏതോ മരങ്ങളൊക്കെയാണ് ഉള്ളത്. എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ വേറെ വേറെ മരങ്ങളാണ്. അപ്പം കാണാൻ നൈസാ.
ഇവിടെ എന്തോ ടിക്കറ്റ് കൗണ്ടറോ എന്തോ ഒരു ഐറ്റം ഉണ്ട്. എന്തുവാന്ന് ഒരിടത്തും എന്തോ ഒരു ഐറ്റം ഉണ്ട്. भैया इधर क्या है? बाइक का है? बाइक का भी है 20 रुपये है. वहाँ से चलो बाइक खड़ी तो वहाँ से ले लो. या ₹20 ഉണ്ട്. ₹20. ₹20 है ना? कितना है? 20 है. बाइक का कितना है? हैं? मेरे रात में इधर मतलब ना. चलो थैंक यू. ठीक है. പുള്ളിക്കാരനുണ്ടല്ലോ ഒന്ന് പുള്ളിയുടെ കൂടെ ഉള്ള ഞാനെന്ന് പറഞ്ഞു പൊക്കളാ പറഞ്ഞു. അതാണ് ആൾക്കാർ നമ്മുടെ നാട്ടിലായാലും അങ്ങനെയൊക്കെ ചെയ്യൂ. അതാണ് നമ്മളെ ആൾക്കാർ ഇവരെയൊക്കെ കണ്ടാ പഠിക്കണ്ടേ. അല്ലാതെ നമ്മളെ കണ്ടിട്ടല്ലേ ഇവർ പഠിക്കണ്ടേ. കണ്ട് പഴേ എല്ലാവരും ഇങ്ങനല്ല. എന്നാലും ഞാൻ പറയാം കേട്ടോ, ഉള്ളവരും ഉണ്ട്. ഇപ്പം ആൾക്കാർ ഒത്തിരി ഉണ്ട്. അയ്യോ അപ്പോൾ ശരി പോട്ടെ. റൂട്ടിൽ എന്താണ് ഐറ്റം അറിയാം, നോക്കട്ടെ. ഇതൊക്കെ എന്നാണ് ഒരു പിടുത്തമില്ല. എവിടോട്ടാ പോകണ്ടേ? അയ്യോ അവിടെ എന്നാ ഇവിടെ എന്നാ നോക്കിയിട്ട് പോവാം. തണുക്കുന്നു, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇന്ന് ഇവിടെ കിടക്കുമെന്നോ നോക്കട്ടെ, റൂട്ട് നോക്കട്ടെ. ഇതൊരു പ്രത്യേക സ്ഥലമാണ്. ഇത് കണ്ടു ഇന്ന് പനയൊക്കെ. ഇത് ഇവിടെ കൊണ്ട് നട്ടാണോ എന്ന സംഭവം അല്ലല്ലോ. പക്ഷേ നൈസാണ് കാണാൻ, വേറൊരു മൂഡ്. വെറുതെ അല്ല ഈ മൗണ്ട് അബു എന്നൊക്കെ പേര് വന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ ഒരു അബുവിൻ്റെ ബന്ധമുണ്ട്. എന്ത് കാണാൻ ബന്ധമെന്നത്. ഇവിടെ ഈ ചുമന്ന ഒരു സാധനമുണ്ട്, ഏതാണ്ട് ബീട്രൂട്ട് പോലൊരു സാധനം. എന്നാന്ന് അറിയത്തില്ല, പോയി നോക്കണോ? കടയിൽ പോയി നമുക്ക് മേടിക്കും. ഞാനൊരു കടല നോക്കാന്ന് പറഞ്ഞിട്ട് എത്ര നേരം ഇച്ചിരി കടല കിട്ടുമായിരുന്നു തിന്നാൻ. തലവേദന എടുക്കുന്നത് തണുത്തിട്ട്. സിഗരറ്റ് വലിക്കണമോ എന്നാ ചെയ്യണമെന്നൊരു ഐഡിയ കിട്ടും. रूम नहीं लेता भाई, हम खाली घूमता है, खाली घूमता है, हम खाली घूमता है, रूम नहीं लेता है. അല്ല, വേസ്റ്റ് എടുക്കാൻ വരുന്ന എല്ലാ കടകളുടെയൊക്കെ മുന്നേ വന്നിട്ട് ഇങ്ങനെ നിർത്തും. നാളെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതൊരു സെറ്റപ്പ് ഇട്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇത് താഴെ മേളിലും എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കുകയാണെന്നല്ലായിരുന്നു. അവർ പറയുന്നതൊന്നുമല്ല, വേസ്റ്റിനല്ല പറയുന്നത്, കൊറോണയുടെ കാര്യമാണ് പറയുന്നത്. ഞാനേ കൗച്ച് സർഫിങ്ങും ഹാങ് ഔട്ട് ഇട്ട് നോക്കാം. ആരെങ്കിലും കിട്ടുവാണെങ്കിൽ ചെറുതായിട്ട് റൗണ്ട് അടിക്കാമല്ലോ. അല്ല പിന്നെ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ, ഒരു ഐഡിയ കിട്ടും. ഇവിടെ എന്തോ പരിപാടി, കല്യാണം. കല്യാണ പരിപാടിയാണ്. കല്യാണത്തിന് ആളെ കൊണ്ടുവരാടു. ഓഹോ, സൈഡ് വരുമായിരുന്നെങ്കിൽ പന്തലുണ്ടോ? കല്യാണം ആ റോഡാണല്ലോ അത്. ആ റോഡ് അടച്ചിട്ടല്ലേ. ഇത് സൺസെറ്റ് ഇല്ല, അത് ഈ കാണാനില്ല.
ഇതുണ്ട് സ്ഥലമൊക്കെ നൈസ്. ഓക്കെ ചേച്ചി, ഓക്കെ ഓക്കെ. പോയിന്റ് റോഡ്, സൺസെറ്റ് പോയിന്റ് റോഡ്. ഓ ഇതാട്ടോ സൺസെറ്റ് പോയിന്റ് റോഡ്. ഇവിടെ വന്ന് സൺസെറ്റ് കാണാം. നോ മാസ്ക് നോ എൻട്രി. ഓക്കെ, ഐ ആം നോട്ട് എൻട്രിങ്. हैं नहीं यार, नहीं यार, मैं तो मेरा घोड़ा मैं ना नहीं यार, शाम को आता है ना इधर ज़्यादा। हाँ, आदमी अभी बहुत कम होगा, बहुत कम है भैया। लॉकडाउन से तो यार भैया पूरी गाड़ी क्या करेगा, ये ऐसे ही फालतू। जीपीआरएस ना भैया हाँ, लगा रखा है। अब ऐसे रखा है, कहीं जाता है वो वाला जो यार वो बोलता है, हम तो ऐसे ही चला जाते। कनेक्ट कैसे हो रहा है? कुछ नहीं, फ़ोन है, फ़ोन है। इसको कहीं से कनेक्ट किया, बाइक से? नहीं कुछ नहीं, बस अच्छा, ऐसे इस पे ऊपर रखा है बस, स्टैंड मोबाइल रखा है बस। पता चल जावे। या तो शाम को आएगा ना फिर। पर अभी जाना हो तो ऊपर का व्यू बहुत बढ़िया है, अच्छा व्यू है। ज़्यादा दूर है, 1 किलोमीटर है इधर। थोड़ा बाद में आएगा, थोड़ा घूम के देखता है मैं, जाएगा नहीं ऐसे इधर ही होएगा। केरला केरला के इधर बहुत सारा लोग रहता है। किधर? वो सामने अच्छा, बहुत सारा। क्या कर रहे हो लोग? वो इधर पड़ता है। अच्छा, भी उनका हाँ केरला का वो। हाँ केरला से लाया टिकट, हाँ केरला से चला गया है। हाँ जी। बहुत बड़ा लंबा सफर। कितना पेट्रोल जलाएगा? बहुत हो गया अभी, आराम से आता है यार, जल्दी नहीं आता है, थोड़ा थोड़ा उधर इधर रुक के स्टे करता है। हाँ, रास्ता में स्टे करता है। केरला से कहाँ स्टे किया था? बहुत जगह हो गया, अभी मेरा बहुत स्टेट हो गया, अभी गुजरात से आ रहा है। राजस्थान का पहले जगह यही है, देखेगा कैसा है इधर से पूरा राजस्थान। पूरा राजस्थान। ऐसा जगह नहीं रखा है, बस ऐसे घूमता है, देखता है क्या है, चला जाता है। मैं कोई काम नहीं करता, फिर ऐसे रास्ता में जाता है, कुछ काम कर देता है, वो पैसे से निकलता है आगे, बस ऐसे ही। ഇതാട്ടോ ഈ ടൗൺ ഭാഗം. ഇവിടെ കുറച്ചൊക്കെ ഉണ്ട് സൺസെറ്റ് പോയിന്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഊളമ്മച്ചി പറയുന്ന അനുസരിച്ച് ഇവിടുന്ന് കുറച്ച് ദൂരെ ഒരു സ്ഥലത്തുണ്ട്. എൻട്രി ഒന്നും അല്ലല്ലോ ദൈവമേ, പറയാൻ പറ്റത്തില്ലെന്നേ, ഇവിടുത്തെ നോ എൻട്രി കണ്ടുപിടിക്കുന്ന ഒരുപാട്. അയ്യോ, ഇവിടെ കരിക്കിന് നല്ല കച്ചവടമുള്ള സ്ഥലമായിട്ട്, ഇവിടെ നല്ല ഒരുവിധം എല്ലാ സ്ഥലത്തും, പക്ഷെ ഇവിടെ സാധനം കിട്ടാനില്ല. ഈ തലവേദന എടുക്കുന്നത് ഭയങ്കരമായിട്ട് തന്നെയാണ് അതിൻ്റെ കുന്തം. കള്ള് കിട്ടും, എല്ലാ സാധനവും കിട്ടും. വേറെ കോപ്പി ഒന്ന് പൊട്ടക്കോപ്പി. സോറി നമുക്കിതിലൊന്ന് പോയി നോക്കാം എന്നാ സംഭവം എന്ന് പറഞ്ഞിട്ട് വരാതെ. കല്യാണം ഇവിടെ കല്യാണം ഡാൻസ് കളിക്കുന്നുണ്ട് എല്ലാവരും. നൈസാട്ടോ. ഇവിടെ കല്യാണം, ഇന്ന് 2 കല്യാണം കണ്ടു. എല്ലാവരും എൻജോയിങ്. കുരങ്ങന്മാർ തണുപ്പാ കേട്ടോ, കുരങ്ങന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, കെട്ടിപ്പിടിച്ചിരിക്കുക. ഇവിടെ ഒത്തിരി അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഒരുപോലെ നൈസാണ്, പക്ഷെ ഒരു പ്രത്യേക ഒരു വൈബുണ്ട് ഇവിടെ വന്നപ്പോൾ. പക്ഷേ സ്റ്റേ ആണ് പ്രശ്നം. ഇവിടെ ഫുള്ള് ഹോട്ടലുകൾ മാത്രമേ കാണുന്നുള്ളൂ. ആരെങ്കിലും ഒരു ടീമിനെ, ഒരു കമ്പനിക്ക് കിട്ടുവാണല്ലേ നമുക്ക് ഇച്ചിരി ഒരു കോൺഫിറ്റ് താമസിക്കാം. ഇതെന്നാ ഐറ്റം ഡിയർ പാർക്ക്. ഡു ഇൻ യൂസ് യുവർ ഐ ഒബ്സർവേഷൻ ഡിപ്പെൻസ്. ഓ ഇത് മറ്റേ ഇതാട്ടോ, എന്തോ ഒരു ഡിയർ വനം.
ശരി, ലെറ്റ്സ് ഗോ. ഇവിടെ ഒത്തിരി പാറയാണ്, ഫുള്ള് പാറ. ഇവിടുത്തെ പാറയുടെ എന്തോ ഒരു പ്രത്യേകത പറയുന്നുണ്ടായിരുന്നേ, അത് ഭയങ്കര കട്ടിയാണെന്നോ അങ്ങനെ എന്തോ. നോക്കട്ടെ, അങ്ങനെ ഇവിടെയുള്ള ആരും പറയുവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ കഴിക്കും. അയ്യോ നോക്കി ചൊറയുന്നേ. എന്നാ ശനി വഴി കാണാം. 5 രൂപയുടെ ടിക്കറ്റ്. ടിക്കറ്റ്. വെൽക്കം ടു ഗ്രാം പഞ്ചായത്ത് ഒറിയ. നോ എൻട്രി നോ മാസ്ക്. അയ്യോ ഇവിടെ അങ്ങോട്ടാണ്. എന്തൊരു സാധനം. ഇതിലെ തന്നെ പോകാം, നമുക്ക് പോകാം. ഇതാട്ടോ ഇവിടുത്തെ വാക്സ് മ്യൂസിയം. ഇവിടെ എല്ലാം നരേന്ദ്രമോദിയുടെ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ ആൾക്കാരുടെ ഇതിനകത്ത് ഫുള്ള് വാക്സ് മ്യൂസിയം എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് ഇത് കണ്ടു, ആരോ ഉണ്ടാക്കിയേക്കുന്നതാണെന്ന് തോന്നുന്നു. സെലിബ്രിറ്റി വാക്സ് മ്യൂസിയം. ഇതുപോലെ മൈക്കൽ ജാക്സൺ ഉണ്ട്, ഹാരി പോട്ടർ ഉണ്ട്, നരേന്ദ്രമോദി ഉണ്ട്, അമിത് ഷാ ഉണ്ട്. നൈസ് 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 നൈസ്. കാണാൻ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാം. എനിക്ക് താല്പര്യം വലുതായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. अयो मैडम थोड़ा साइड दे दो मैडम साइड दे दो मैडम. ഡോക്ടേഴ്സ് കോട്ടേജ്, ഡോക്ടറുടെ വീട്. മലമണ്ടയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മക്കളെ, മലമണ്ടയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ സാധാരണക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്. അതുപോലെ കല്ല് ഒക്കെ അടുക്കി വെച്ചിട്ടുള്ള വീടുകൾ. പക്ഷേ ആൾക്കാർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്ലി ആണ്, പക്ഷെ എന്തോ ഒരു വിഷമമുള്ള പോലെ ആൾക്കാരുടെ ഫേസ്, മുഖത്തൊരു വിഷമം. എന്താ അങ്ങനെ സന്തോഷം? കമോൺ വിട്ടിലിട്ടാലോ പോയിട്ട്, എന്നെ ഓടിച്ചിട്ട് തല്ലുമാർ. അയ്യോ എന്നാലും കൊള്ളാം. നിങ്ങളവർക്ക് ഞാൻ എന്നെ ഈ പറയുന്നത് ഒറ്റയ്ക്കല്ലേടാ, വർത്താനം പറയാനായിട്ടും വേണ്ടേ. ഈ ക്യാമറ ഓണാക്കി വെക്കുക, എന്നിട്ട് ആണെന്തേലും പറയുക, അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എനിക്ക് കാണേണ്ടത് തന്നെ ഇത് ഇതുപോലെ കാണുക. പക്ഷേ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കാണിക്കുക. ഞാൻ കാണുന്ന ഒരു വൈബിൽ കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ വൈബ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വൈബല്ലേ, ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. ഇഷ്ടപ്പെടുന്നവർ കാണും, ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്യൂ. അതിൽ കൂടുതൽ എന്നാ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. हम लोग पहुंचने वाला है, कहीं मालूम नहीं किधर है, अबू कई जगह में है. हम लोग को इधर पूरा देखने मिलेगा. मेरा हिंदी तो ऐसा नहीं है, फिर भी थोड़ा ऐसा बोलना पड़ता है मालूम. भैया कमेंट करो जी, हिंदी में भी कमेंट कर सकते हैं आप लोग यार. आप तो खाली मलयालम में ब्लॉग करने वाला आदमी थोड़ी है, हम तो घूमने वाला आदमी है भैया. हटा हम तो घूमने वाला आदमी है भैया. हम तो लोग तो उतना पता नहीं है क्या करेगा कैसा करेगा. कुछ गड़बड़ है तो एडजस्ट कर लो थोड़ा. ये क्या है? मैं तो खाया ही नहीं यार. ऐसे सीधा खाता है सर, आबू में ही होती है ये सर. आप खा के देखो. नहीं सर टेस्ट करके देखो. नहीं यार मैं खाता नहीं है. साइड में आ जाओ. कहाँ साइड में आ जाओ. ये कितना का है? ऐसी चीज नहीं है. 20 की जूड़ी आएगी. 20 की जूड़ी मतलब कितना पीस? पीस नहीं आएगा उतना 20 रुपया. टेस्ट करके देखो एक बार. यार मुझे तो मैं नहीं खाता यार, मैं खाता नहीं यार. खाता नहीं, खा के देखो. यहाँ पे ही होती है ये. दूसरी जगह होती है तो खाने को भी मिलती सर. मस्त रहती है सर. डायबिटीज से कोई डायबिटीज का खतरा नहीं रहता इससे. हमको कोई डायबिटीज नहीं देखा. हड्डी है हम. सर कुछ नहीं होता. एक मिनट.
7 दिन तक रखो, खराब नहीं होती है। ये अभी ऊपर ही खलास हो जाएगा, दे दो, मैं खाएगा। ले लो। ये पत्ता क्या करेगा मैं? पत्ता रुको, पत्ता से पकड़ने के लिए बनाना है। वो मुड़ो का ये खा सकता है क्या? ये सब्जी बनती है इसकी। नहीं, सीधा खाने में कुछ है गड़बड़ तो नहीं? तो वो तो खाज रहती है, खाज हाँ। खुजली होती है। ऐसे सब्जी बनाएंगे तो बढ़िया रहती है, भाजी बनती है। ये तो 20 रुपये तो बहुत है ना यार। बहुत का है। എണ്ണ സാധനം നല്ലത്തില്ല. क्या नाम है भैया आपका? चंदन सिंह। चंदन सिंह। आपका? प्रवीण सिंह। भाई भाई है? अच्छा। नमक और मिर्चा है ना वो? हाँ, और काला नमक। काला मिर्चा भी डालता है? काला नमक। काला नमक, काला नमक थोड़ा सा ही डालते हैं। दे दो मुझे, मैं खाएगा। पहली बार खा रहा ना तो ठीक है, लो। दूसरी जगह नहीं होता है, इसका बीज आता है। मतलब यही इधर ही होता है? हाँ। मैं कैसे ले जाएगा? गैस में रखना। पता है नहीं? पत्ता तो लग को कौन एरिया हाँ, वो छोटा है, छोड़ दो। अभी हम मिल के इधर ही खाने पड़ेगा लगता है। छोड़ो यार, अभी कहाँ रखेगा मैं तो बाइक में तो जगह नहीं है। वो निकल जाएगा ना। देख, इधर रखो, इधर रखो, इधर रखो, मैं एडजस्ट करके खाएगा। जाते जाते उठा के खाता ही रहता है, मालूम। ठीक है यार, फिर मिलेगा यार कहीं। जाते जाते आते आते मिलेगा। ये मैं ना रात को कहीं ऐसा ही मतलब टेंट लगाता है, सो जाता है। इधर कैसे है सोने का? अच्छा है कि मतलब कोई लपड़ा तो नहीं है ना? लपड़ा तो नहीं है, लपड़ा नहीं है, बालू वालू खतरा रहता है। बालू बालू होता है। तो आदमी नहीं होगा ना ऊपर रात को? पेट्रोल पंप आगे कुछ है नहीं ना? नहीं, आप आगे नहीं। पेट्रोल कितने का भरवा है? नहीं, पेट्रोल है मेरे पास, लेकिन पेट्रोल पंप में सोने का अच्छा होता है। ആരല്ലോ നമ്മൾക്കും ഒരു ഗുണമാവും, നമുക്കും ഒരു സ്പെഷ്യൽ സാധനത്തിൽ നിന്നൊരു വൈബ് പോകും. ഒരു നല്ല സ്പോട്ടാണ് എന്നാലും പിടിച്ചേക്കുന്നത്. വേറെ കടകളൊന്നുമില്ല. അപ്പം ഇങ്ങനെ കയറി വരുമ്പോൾ വേണേൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് പോലെ. ചേട്ടനോ എന്നെ വന്നേനെ, വലിയ വരുമാനമൊന്നും കാണത്തില്ല. ആ എന്തായാലും കൊള്ളാം, ലെറ്റ്സ് ഗോ. ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ, ഇവിടെ പറഞ്ഞാൽ കുറച്ച് വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് മലയുടെ മണ്ടയിലൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ ചിലപ്പം കാണാം എന്നെയൊക്കെ ഉണ്ടെങ്കിൽ, സൺസെറ്റ് പോയിന്റ് അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ നല്ല ക്ലൈമറ്റാണ്. എനിക്കൊന്ന് അതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ ഇവിടോട്ട് വരുന്നത്. കണ്ടോ, അപ്പോൾ ആ ചേട്ടൻ തലയാട്ടി തന്നുള്ളൂ. ലെറ്റ്സ് ഗോ. കൊള്ളാമല്ലേ? ഇതിപ്പോൾ ഞാനിങ്ങനെ കയറി വരും. അതാണ് അവിടെ ആയിട്ടോ ഈ നമ്മുടെ മൗണ്ട് അബു ടൗണൊക്കെ വരുന്നത്. അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതേതോ ഗ്രാമമാണ്. ഇച്ചിരി പുറകിലോട്ട് ആ മലയുടെ ഒക്കെ അപ്പുറത്തെ സൈഡിലായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇനി 2 കിലോമീറ്ററൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു ടോപ്പ് പോയിൻ്റ് എത്തും. നമ്മളവിടെ നിന്ന് താഴെ നിന്നില്ലേ ജിയോയുടെ ഒരു ടവർ പോലെ, അതാ കാണുന്നത്. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യൂ പോയിന്റുകൾ കാണും. ക്ലൈമറ്റ് നല്ലതാണ്, രാജസ്ഥാനിൽ ചൂടല്ലേ, അപ്പോൾ ആ ഉള്ളവരൊക്കെ ഇവിടേക്കാണ് വരുന്നത്. പിന്നെ കാണാനും വ്യൂ ആണെങ്കിലും നൈസാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള. കൊള്ളാം. ഇതുണ്ട്, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു അമ്പലമുണ്ട്. അതല്ല തന്നെ, അയ്യോ, ഒരു അമ്പലം. പിന്നെ അവിടെ എല്ലാവരും ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേന് പാർക്കിങ്ങിലോട്ട് വിളിക്കും. ഇങ്ങോട്ട് ഞാൻ പാർക്കിങ്ങിൽ പോകുന്നില്ല, ഇവിടെ വേണ്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ മുന്നോട്ട് പോകുന്നു. പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല. നൈസ് വ്യൂ. ഇതാണ് നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ് മക്കളെ. അയ്യോ, ഇതിലൂടെ ടിക്കറ്റ് അവിടെ നിർത്തല്ലേ, ഈ വഴി യൂസ് ചെയ്യാനാ. എൻ്റെ അമ്മേ, ഇത് കൊള്ളാട്ടോ. ഇവിടെ ഞാനൊന്ന് ഇരുന്ന് ടൈം ലാപ്സൊക്കെ എടുത്തിട്ട് ഇതായിട്ട് പോകത്തുള്ളൂ. ഇവിടെ വരെ ഉള്ളൂ എൻട്രി. ഇതെന്നെ സാധനം आगे जाना मना है क्या है उधर? अच्छा अच्छा.
ഇപ്പം ഇവിടെ വരുള്ളൂ വണ്ടി. മുമ്പോട്ട് പോകാനല്ലേ മന, നമുക്കിവിടെ നിൽക്കാം. എൻ്റെ അമ്മേ, അയ്യോ. അമ്പലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇച്ചിരി മുന്നോട്ട് വരണേ. അവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ വരാം. വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി വെക്കാവേ. വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ കിട്ടും. ഇത് നൈസ് വ്യൂ, ഇതെനിക്കിഷ്ടപ്പെട്ടു. അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇതൊരുമാതിരി റോസപ്പൂ പോലില്ലേ കാണാൻ? റോസപ്പൂ അല്ല കേട്ടോ, ഇത് നല്ല ചുമന്നായിരിക്കുന്നത്. എന്നിട്ട് മൂലില്ലേ അതുപോലെ ഉണ്ട്. കുഴപ്പമില്ല. അവിടെ നിന്ന് ഒത്തിരി വണ്ടി വരുന്നുണ്ടല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഏരിയ. ഓ മറ്റേ ജിയോടെ അതായിരിക്കും. റിലയൻസ് മല കയ്യേറി. നൈസാ. സ്ഥലമല്ലേ ഈ സ്ഥലം? നൈസല്ലേ? ഇതില്ലേ ഈ സ്ഥലം രാജസ്ഥാൻ്റെ സിംല എന്നറിയപ്പെടുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര പൊക്കമൊക്കെ ആയതുകൊണ്ട് ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് ഇവിടുന്ന് ഈ ഗേറ്റിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ വേറെ ഗവൺമെൻറ്റിൻ്റെ ഓതറൈസ്ഡ് ഏരിയ ആയതുകൊണ്ട് ഇതിന് ഈ സ്ഥലത്തിൻ്റെ പേര് കാലു വ്യൂ പോയിൻറ്റ്, അങ്ങനെ ആട്ടെ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് അവിടെ എല്ലാം കാണാം. പക്ഷേ ഈ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കുറേ മലയും കാര്യങ്ങളൊക്കെ. जो पहाड़ पूरा क्लियर दिखेगा रात सुबह सुबह. ഒരു ഗുജറാത്തിലാട്ടോ കറങ്ങാൻ വന്ന പരിചയപ്പെട്ടായിരുന്നു. കാലു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത്യാവശ്യം വ്യൂ ഒക്കെ കാണാവേ. വേണ്ടവർക്ക് കാണാം. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇവിടെ, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ. തിരിച്ച് നമ്മുടെ എന്താണ് അബു ടൗണിലേക്ക്.